CPIMന്റെ പാർട്ടി ഓഫീസിൽ ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രി 9:30-ഓടെയാണ് സംഭവം. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 20ഓളം പേരാണ് കാട്ടാക്കട CPIMന്റെ പാർട്ടി ഓഫീസിലേക്ക് ആക്രമണം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ കാട്ടാക്കട പോലീസ് പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ആക്രമണം നടത്തിയത് SDPI പ്രവർത്തകരാണെന്ന് CPI നേതൃത്വം ആരോപിച്ചു. പാർട്ടി ഓഫീസിലെത്തിയ അക്രമികൾ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും അവിടെയുണ്ടായിരുന്ന മേശകളും കസേരകളും തല്ലി തകർക്കുകയും ചെയ്തു. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ആക്രമണം നടത്തിയതെന്ന് ഏരിയ സെക്രട്ടറി അറിയിച്ചു. അക്രമികളുടെ ID കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസിന് ലഭിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെ മന്ത്രി B. ശിവൻകുട്ടി സംഭവസ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഒരു സംഘം ആളുകൾ ഇവിടെ നമ്മുടെ ഈ കാട്ടാക്കട പാർട്ടി ഓഫീസിനകത്ത് കടന്നു കയറി ആക്രമണം നടത്തി. ആസൂത്രിതമായ ആക്രമണമാണ്. മുൻകൂട്ടായിരുന്ന ചില സംഘർഷങ്ങളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് കല്ലുമായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ വടിവാൾ ഇതെല്ലാം ഉപയോഗിച്ചുള്ള ഭീകരാന്തരീക്ഷത്തിലാണ് അവർ ഇവിടെ പോയത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വീണ്ടും കൂടുതൽ പ്രതികളുണ്ട്. ആ പ്രതികളെ കൂടെ അറസ്റ്റ് ചെയ്യണം. ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. മറ്റ് കാരണങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. അവരുടെ ഒരു വർഗീയ അജണ്ട എന്നുള്ള നിലയിൽ നമ്മുടെ പാർട്ടി ഓഫീസുകൾ എല്ലാം ആക്രമിക്കുക, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുക എന്നുള്ളത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അവരിപ്പോൾ വാർത്താക്കുറിപ്പ് അറസ്റ്റ് ചെയ്ത പ്രതികളെ മാത്രം നോക്കിയാൽ അവരിതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അറസ്റ്റ് ചെയ്ത പ്രതികൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമാവും. പത്രക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരും പറയുന്നത് മുഖ്യ ന്യായം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അതൊന്നും അവഗണിക്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.